കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ധനകാര്യ കമ്പനി സ്വകാര്യ കമ്പനി കൈമാറിയതിൽ ദുരൂഹത. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രശ്നപരിഹാരത്തിന് തയ്യാറായിട്ടും പരിഗണിക്കാത്തത് കമ്പനിക്ക് നേരെയുള്ള അഴിമതി അന്വേഷണം തടയാനുള്ള നീക്കമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. കൈമാറ്റ നടപടിയിൽ പ്രതിഷേധിച്ച സ്വകാര്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ സ്റ്റീൽ കോംപ്ലക്സ് സന്ദർശിക്കുന്നത് തടയാനായി CITUവിന്റെ നേതൃത്വത്തിൽ ചെറുവണ്ണൂരിൽ അനിശ്ചിതകാല ഉപരോധ സമരം ആരംഭിച്ചു. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ സ്ഥാപിച്ച റീറോളിംഗ് മില്ലിന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് CITUവിന്റെ നേതൃത്വത്തിലാണ് ആദ്യം വിജിലൻസിൽ പരാതി നൽകുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്തു. തുടർന്ന് EDയും CBIയും കേസ് ഏറ്റെടുത്തു. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് സ്ഥാപനം കേരളത്തിന് പുറത്തെ സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ റിസീവറുടെ നിർദ്ദേശത്തിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് വരുന്നത്. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സ്റ്റീൽ കോംപ്ലക്സിന്റെ ഭൂമി കടബാധ്യതയിൽ ഉൾപ്പെടുത്തിയത്. സംയുക്ത സംരംഭം എന്ന നിലയിൽ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും വേണ്ടത്ര താല്പര്യം കാണിച്ചിരുന്നില്ലെന്നും ബാധ്യതയുടെ ചെറിയ ഭാഗം മാത്രം തിരിച്ചു കിട്ടുന്ന റെസൊല്യൂഷൻ പ്ലാൻ ബാങ്ക് അംഗീകരിച്ചത് ദുരൂഹമാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവും വ്യക്തമാക്കിയിരുന്നു. ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനി വെറും കടലാസ് കമ്പനി മാത്രമാണെന്നും സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളാണെന്നും CITU നേതാവ് ജയപ്രകാശ് പറഞ്ഞു. 30 കോടി ഉറുപ്പ്യക്ക് ഛത്തീസ്ഗഡിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഞങ്ങൾ ആ കമ്പനിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഈ വിധി വന്നതിന് ശേഷം നോക്കുമ്പോൾ വെറും ഒരു തട്ടിക്കോട്ടി കമ്പനി, 1 കോടി ഉറുപ്പ്യ പോലും മൂലധനം ഇല്ലാത്തൊരു കമ്പനി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരമൊരു കമ്പനിക്ക് ഈ ഒരു സ്ഥാപനം 400 കോടി ഉറുപ്പ്യൻ്റെ ആസ്തിയുള്ളൊരു സ്ഥാപനം വെറും 30 കോടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തികച്ചും ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ തൊഴിലാളി സംഘടന എന്നുള്ളതിലേക്ക് ഞങ്ങൾ സംശയിക്കുന്നത്. ഇത് BJP ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിന് ഈ വലിയ ആസ്തിയുള്ള കമ്പനി ചുളുവിലക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്ന് ഞങ്ങൾ വ്യക്തമായി സംശയിക്കുന്നു. ചുളുവിലക്ക് ഏറ്റെടുത്ത ഒരു കമ്പനി പെട്ടെന്ന് കൈവശപ്പെടുത്താം എന്ന ധാരണയിലാണ് വരുന്നതെങ്കിൽ അത് അത്ര പെട്ടെന്ന് നടക്കില്ല. 300 കോടി വിലമതിക്കുന്ന കമ്പനി വെറും 30 കോടി രൂപയ്ക്ക് കൈമാറുന്നതിലുള്ള ആശങ്കയും ദുരൂഹതയും തൊഴിലാളി സംഘടനകളും സർക്കാരും ഉന്നയിക്കുന്നുണ്ട്. സ്ഥാപനം സ്വകാര്യ മേഖലയിലേക്ക് കൈമാറിയതിൽ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് ഇവരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി അനിശ്ചിതകാല ഉപരോധ സമരം സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ CITUവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കോടികൾ വിലമതിക്കുന്ന സ്ഥാപനം ചെറിയ വിലയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് കൈമാറി എന്നതിലുള്ള ദുരൂഹത ഗൗരവമേറിയതാണ്. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപടിക്രമങ്ങൾ പുരോഗമിക്കവെയാണ് ഇത്തരം കൈമാറ്റമെന്നതും അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.